കണ്ടസ്റ്റൻറ്റുകളെ എല്ലാം വിളിച്ചിട്ട് ഒരു മീറ്റിംഗ് നടത്തുകയാണ് ക്യാപ്റ്റൻ. ഓരോരുത്തരുടെയും കയ്യിലുള്ള മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ്, എവിടൊക്കെയാണ് പോരായ്മയുള്ളത്, അതൊക്കെ തിരുത്തേണ്ടുന്നത് ആരൊക്കെയാണ്, അതൊക്കെ സാബു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ അനീഷിന് ദേഷ്യമുണ്ടാകുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത്. അനീഷ് ചോദിക്കുന്നുണ്ട്, എന്ത് കാര്യം ഇവിടെ നടന്നാലും എല്ലാവരും അനീഷേട്ടനാണ് ടാസ്കിൽ ഏറ്റവും കൂടുതൽ പോയിൻ്റ് കിട്ടിയിരിക്കുന്നത്, അനീഷേട്ടനാണ് മുന്നേ ടാസ്ക് പറയേണ്ടത്, എന്തിനും ഏതിനും അനീഷേട്ടൻ്റെ പേര് എന്തിനാണ് പറയുന്നത്, എല്ലാവരും ചെയ്യുന്നതിനൊപ്പമല്ലേ ഞാനും ചെയ്യുന്നുള്ളൂ, അപ്പോൾ പിന്നെന്തിനാണ് എൻ്റെ പേര് എപ്പോഴും ഇങ്ങനെ നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് പറയുന്നത്? ഇന്നത്തെ ടാസ്കിനകത്ത് ഞാൻ മാത്രമാണോ നുഴഞ്ഞു കയറി പാവ എടുത്തത്? എല്ലാവരും എടുക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പം നൂറ വന്നു. നൂറ പറയുകയാണ്, എല്ലാവരും എടുത്ത സമയത്ത് അനീഷേട്ടനും എടുത്തു. അപ്പോൾ അനീഷിന് കുറച്ച് സമാധാനമായി. അനീഷ് പറയുന്നുണ്ട്, നൂറ പറയുന്നത് നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. അനീഷ് പറയുന്നത് ടാസ്കിനിടയിൽ എല്ലാവരും ചെയ്യുന്ന കണക്കുള്ള കാര്യം അനീഷും ചെയ്യുന്നു. അപ്പം എല്ലാവരുടെയും പേരിനൊപ്പം അനീഷും ചെയ്തു എന്ന് മാത്രം പറഞ്ഞാൽ മതി. അല്ലാതെ എന്നെ പോയിൻ്റ് ഔട്ട് ചെയ്ത് ഒരു കാര്യം പറയേണ്ടത്, അതെനിക്കിഷ്ടമല്ല. എപ്പോഴും എൻ്റെ പേര് പറയേണ്ടത് ആവശ്യം എന്തുകൊണ്ട് നിങ്ങൾക്ക്? ലൈവിൽ ഭയങ്കര ബഹളമാണ് അനീഷ് നടത്തിയത്. അപ്പോഴത്തേന് ആദില, നൂറ, നമ്മുടെ അനുമോളൊക്കെ എണ്ണീച്ച് വന്നിട്ട് അനീഷിനെ തമാശയ്ക്ക് പിടിക്കുകയും വലിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അനീഷ് പക്ഷേ പറയുന്നുണ്ട്, സീരിയസ് ആയിട്ടാണ് പറയുന്നത്, എൻ്റെ പേരിൽ ഇങ്ങനെ ആരും എടുത്ത് പറയരുത്. ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പായാലും ഒരു പ്രിപ്പറേഷനും കൂടാതെ ഞാൻ എല്ലാവരെക്കാട്ടി മുമ്പേ വന്ന് പറയുന്നു. പക്ഷേ അതിന് പോലും എല്ലാവരും ഓരോന്ന് പറഞ്ഞു തുടങ്ങി. അപ്പം ഞാൻ വരാതിരുന്നപ്പം പിന്നെ പറയുന്നത്, അനീഷേട്ടൻ എന്തുകൊണ്ട് വരുന്നില്ല? അപ്പോൾ എന്തിനും ഏതിനും എന്നെ എന്തിനാണ് പറയുന്നത്?